രണ്ട് എപ്പിസോഡുകളിലായി നാം സംസാരിച്ചൊരു വിഷയമായിരുന്നു യഥാർത്ഥത്തിൽ വൈറലായ ചില വീഡിയോസ് സിനിമയിൽ പുനരാവിഷ്കരിച്ചതിനെ കുറിച്ച്. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി മലയാളത്തിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. യഥാർത്ഥ വ്യക്തികളുടെ ജീവിതം സിനിമയാക്കുന്ന ബയോപിക് സിനിമകളും യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ചെയ്യുന്ന സിനിമകളുമുണ്ട്. പല സിനിമകളും യഥാർത്ഥ സംഭവം അങ്ങനെ തന്നെ സിനിമകളിൽ കാണിക്കാറില്ല, എഴുത്തുകാരന്റെ ഭാവന കൂടി അതിൽ ചേർക്കാറുണ്ട്. സിനിമാറ്റിക് ലിബർട്ടി എന്നാണ് അതിനെ പറയാറ്. തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് പോലെ ഒരുപാട് സിനിമകൾ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ചെയ്തിട്ടുണ്ട്. നാം ഇന്ന് സംസാരിക്കുന്നത് അത്തരം മലയാള സിനിമകളെ കുറിച്ചാണ്. 2023 ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് സൗബിൻ, അർജുൻ അശോകൻ, സജിൻ ഗോപു എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് രോമാഞ്ചം. സംവിധായകനും എഴുത്തുകാരനുമായ ജിത്തു മാധവന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നടന്ന ചില സംഭവങ്ങളെയും കഥാപാത്രങ്ങളെയും ആസ്പദമാക്കിയാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. 2007 അദ്ദേഹത്തിന്റെയും കൂട്ടുകാരുടെയും ബാംഗ്ലൂർ ലൈഫിനെ അടിസ്ഥാനമാക്കിയാണ് ആ സിനിമ. നിരൂപ്, റിവിൻ, ഷിജപ്പൻ, മുകേഷ്, കരിക്കുട്ടൻ, സോമൻ തുടങ്ങിയവരെല്ലാം തന്നെ യഥാർത്ഥത്തിലുള്ള വ്യക്തികളാണ്. ജിബിൻ മാധവൻ എന്ന പേരിൽ സൗബിൻ ചെയ്ത കഥാപാത്രമാണ് ജിത്തു മാധവന്റെ കഥാപാത്രം. സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിൽ പലതിലും യഥാർത്ഥ വ്യക്തികളും പങ്കെടുത്തിരുന്നു. സിനിമയിൽ നാടകീയതയ്ക്ക് വേണ്ടി യഥാർത്ഥ സംഭവങ്ങളിലേക്ക് പല ഫിക്ഷൻ കാര്യങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ആ സിനിമ തയ്യാറാക്കിയത്. ആ സിനിമയിൽ കാണിക്കുന്ന ഒരു കല്യാണ രംഗത്തിലെടുത്ത ഈ ഒരു ഫോട്ടോയുടെ യഥാർത്ഥ ചിത്രം ഇതായിരുന്നു. യഥാർത്ഥ വ്യക്തികളുടെ അക്കാലത്തെടുത്ത ഈ ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് ആ സിനിമ അവസാനിക്കുന്നത്. 1986 കേരളത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമായിരുന്നു തങ്കമണി സംഭവം. 87 തന്നെ ആ സംഭവത്തെ അടിസ്ഥാനമാക്കി PG വിശ്വംഭരൻ ഒരു സിനിമ ചെയ്തിരുന്നു. രതീഷ്, ജഗതി എന്നിവരൊക്കെ അഭിനയിച്ച് പുറത്തിറങ്ങിയ ഇതാ സമയമായാണ് ആ സിനിമ. നിങ്ങൾ ആരും നല്ലത് കാണില്ല, ഒരുത്തന്റെ തെറ്റുകൾ മാത്രമേ കാണൂ. പോസ്റ്റർ ഡിസൈനറായ ഗായത്രി അശോകനാണ് ആ സിനിമ എഴുതിയതും. ഇടുക്കി ജില്ലയിലെ തങ്കമണിയിലെ എലൈറ്റ് ദേവസ്യ എന്ന ബസ് ഉടമയും നാട്ടുകാരും തമ്മിലുള്ള പ്രശ്നം പോലീസിന്റെ നരനായാട്ടിൽ അവസാനിച്ച സംഭവമാണ് തങ്കമണി സംഭവം. ഒരുപാട് പേർക്ക് മർദ്ദനമേൽക്കുകയും സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുകയും ചെയ്ത ഈ സംഭവത്തിൽ പോലീസ് വെടിവെപ്പിൽ മരണവും സംഭവിച്ചിട്ടുണ്ട്. അന്നത്തെ കെ കരുണാകരൻ മന്ത്രിസഭ രാജിവെക്കാൻ ഇതും ഒരു കാരണമായി. ഇതേ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് പുതിയ ദിലീപ് ചിത്രമായ രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത തങ്കമണി ദ ബ്ലീഡിംഗ് വില്ലേജ് എന്ന സിനിമയും. 1983 KG ജോർജ് സംവിധാനം ചെയ്തൊരു സിനിമയാണ് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്. മലയാള സിനിമയിലെ ചില യഥാർത്ഥ സംഭവങ്ങളാണ് സിനിമയിൽ പറയുന്നത്. ലേഖ എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നളിനി എന്ന നടിയായിരുന്നു. ഭരതൻ, രതീഷ് എന്നിവർ സിനിമയിൽ കാമിയോ അപ്പിയറൻസ് നടത്തിയിരുന്നു. സൗത്ത് ഇന്ത്യയിൽ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാള നടിയായ ശോഭയുടെ ജീവിതമാണ് ആ സിനിമയിലൂടെ പറയുന്നത്. സ്റ്റേറ്റ് അവാർഡുകളും നാഷണൽ അവാർഡും നേടിയ അവർ അവരുടെ 17ാം വയസ്സിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആ ഒരു സംഭവത്തിൽ നിന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഈ സിനിമ. ശോഭയുടെ ഭർത്താവായിരുന്നു സംവിധായകനായ ബാലു മഹീന്ദ്ര. സിനിമയിൽ അത് ഭരത് ഗോപി അവതരിപ്പിച്ച സുരേഷ് ബാബു ആണ്. ശോഭയുടെ അമ്മ നടിയായ പ്രേമയായിരുന്നു. ലേഖയുടെ അമ്മയായി വിശാലാക്ഷി എന്ന കഥാപാത്രത്തെയാണ് കാണിക്കുന്നത്. പ്രേം നസീറിന് പകരം പ്രേം സാഗറായി വരുന്നത് മമ്മൂട്ടിയാണ്. ഞാനെന്നും പുതുമുഖങ്ങളുടെ ആളാ. ഞാനിവിടെ അങ്ങോട്ട് ഏൽപ്പിച്ചേക്കാം. ശരിയായി കളയാം. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ ഈ സിനിമ നിർമ്മിച്ചത് ഇന്നസെന്റ് ആയിരുന്നു. സിനിമ കാണിച്ച എല്ലാ കാര്യങ്ങളും യഥാർത്ഥമാണോ അതോ സംവിധായകന്റെ ഭാവന മാത്രമായിരുന്നോ എന്ന് ഇന്നും വ്യക്തമല്ല. 2001 മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ഫഹദ് ഫാസിൽ ചിത്രമാണ് മാലിക്. സിനിമ ഒരു ഫിക്ഷണൽ കഥയാണ് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ നടന്ന ചില സംഭവങ്ങളുമായി സിനിമയ്ക്ക് ഏറെ സാമ്യമുണ്ട്. 2009 തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളിയിൽ നടന്ന പോലീസ് വെടിവെപ്പാണ് സിനിമയ്ക്ക് ആധാരം. ആ സംഭവത്തിൽ 6ഓളം പേർ മരിക്കുകയും 42ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആ സംഭവങ്ങളെല്ലാം തന്നെ സിനിമയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില യഥാർത്ഥ കഥാപാത്രങ്ങളുടെ പേരുകളും സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഭീമാപള്ളിക്ക് പകരം റമദ പള്ളി എന്ന പേരാണ് സിനിമയിൽ ഉപയോഗിച്ചത്. നിയമത്തിനോ രാഷ്ട്രീയത്തിനോ റോളില്ലാത്ത പ്രദേശങ്ങളാണ് യഥാർത്ഥത്തിൽ അവ. എന്നാൽ സിനിമയിൽ ഇസ്ലാം യൂണിയൻ ലീഗ് എന്ന പാർട്ടിക്കാണ് അവിടെ ശക്തി എന്ന് കാണിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെയാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ അന്ന് ഭരിച്ചിരുന്ന ഇടതുപക്ഷ സർക്കാരിനെ കുറ്റപ്പെടുത്താതിരിക്കാനാണ് മുസ്ലിം ലീഗിനെ ഉപയോഗിച്ചതെന്നാണ് പലരുടെയും വാദം. ഉറൂസിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും അവ പിന്നീട് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായി മാറുകയും ചെയ്തതെല്ലാം തന്നെ സിനിമയിലും അങ്ങനെ തന്നെ കാണിക്കുന്നു. പ്രകോപനമില്ലാതെ അകാരണമായുള്ള പോലീസിന്റെ വെടിവെപ്പ് സിനിമയിലും അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ട്. സിനിമയിലെ മറ്റു കഥകളെല്ലാം തന്നെ വെറും ഫിക്ഷൻ മാത്രമാണ്. ഗോഡ്ഫാദർ എന്ന ഇംഗ്ലീഷ് സിനിമയിൽ നിന്നും പല കാര്യങ്ങളും ഇൻസ്പയർ ചെയ്തിട്ടുമുണ്ട്. മഹേഷ് നാരായണന്റെ മറ്റൊരു സിനിമയായ ടേക്ക് ഓഫും യഥാർത്ഥ സംഭവങ്ങളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടുണ്ടാക്കിയ സിനിമയാണ്. പാർവതി, കുഞ്ചാക്കോ ബോബൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് 2017 റിലീസ് ചെയ്ത ആ സിനിമയിൽ IS ഭീകരർ ഇന്ത്യൻ നഴ്സുമാരെ തട്ടിക്കൊണ്ടുപോയ സംഭവമാണ് കാണിക്കുന്നത്. 46 മലയാളി നഴ്സുമാരെയാണ് തിക്രത്തിലെ ആശുപത്രിയിൽ നിന്ന് ISIS തീവ്രവാദികൾ ബന്ദികളാക്കി. സിനിമയിൽ 19 പേരാണെങ്കിൽ യഥാർത്ഥത്തിൽ 46 പേരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. ആ കൂട്ടത്തിലുണ്ടായിരുന്ന മെറീന ജോസ് എന്ന നഴ്സിനെ അടിസ്ഥാനമാക്കിയാണ് പാർവതിയുടെ സെമീർ എന്ന കഥാപാത്രം. പ്രണയ കഥകളെല്ലാം തന്നെ പൂർണ്ണമായും ഫിക്ഷൻ ആയിരുന്നു.
സിനിമയിൽ ഭീകരർ അവരെ വെറുതെ വിടുന്നത് സൗദി അറേബ്യ ഇടപെട്ടതിനെ തുടർന്നായിരുന്നു. അതിനുവേണ്ടി പ്രവർത്തിച്ചത് ഗൾഫിൽ ബിസിനസ് ചെയ്യുന്ന തൃശൂരിലെ ഒരു പ്രമുഖനായ വ്യവസായിയുമായിരുന്നു. ഈ കാര്യം പാർലമെന്റിൽ ചോദിച്ചപ്പോൾ സുഷമ സ്വരാജ് തള്ളി പറഞ്ഞിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി ഈ കാര്യം സമ്മതിച്ചതാണ്. സൗദി രാജകുടുംബവുമായി ബന്ധമുള്ള മലയാളി വ്യവസായി MA യൂസഫ് അലി ആകാനാണ് സാധ്യത. സിനിമയിലും അതൊരു രഹസ്യമായി തന്നെയാണ് പറയുന്നത്. സിനിമ അവസാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നഴ്സുമാർ രക്ഷപ്പെട്ടു വരുന്നതും അവർ സംസാരിക്കുന്നതുമെല്ലാമാണ് കാണിക്കുന്നത്. ഈ സിനിമയുടെ ഒരു മാസ് വേർഷൻ ആയിരുന്നു സൽമാൻ ഖാൻ അഭിനയിച്ച ടൈഗർ ജിന്ദ ഹൈ എന്ന സിനിമയും. 1984 ബേബി സംവിധാനം ചെയ്ത ചിത്രമാണ് NH-47. സുകുമാരക്കുറുപ്പിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. സുകുമാരക്കുറുപ്പായി എത്തിയത് TG രവി ആയിരുന്നു. പേര് നൽകിയത് സുധാകര പിള്ള എന്നായിരുന്നു. ദുൽഖർ സൽമാൻ അഭിനയിച്ച് പുറത്തിറങ്ങിയ ശ്രീനാഥ് രാജേന്ദ്രൻ ചിത്രം കുറുപ്പും ആ സിനിമയുടെ ഒരു റീമേക്കായി പരിഗണിക്കാവുന്നതാണ്. ദുൽഖർ കഥാപാത്രം സുധാകര കുറുപ്പായി മാറി. പഴയ സിനിമയിൽ ചാക്കോ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് റഹീം എന്ന പേരിൽ സുകുമാരനായിരുന്നു. പുതിയതിൽ ടൊവിനോ തോമസിന്റെ ചാർലി എന്ന കഥാപാത്രവും. ഭാസ്കരൻ പിള്ള എന്ന യഥാർത്ഥ കഥാപാത്രത്തെ ബാസി പിള്ളയായും ഭാർഗവൻ പിള്ളയുമായുമെല്ലാം സിനിമയിൽ കാണിച്ചു. NH-47 കുറുപ്പ് സിനിമയും തമ്മിലുള്ള പ്രധാന ബന്ധം സിനിമയുടെ ക്ലൈമാക്സ് ട്വിസ്റ്റ് ആയിരുന്നു. ഒരു ഇന്റർനാഷണൽ സ്മഗ്ലിംഗ് പാർട്ടിയുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നു. 2 മാസം മുമ്പ് 10 കോടി രൂപയുടെ ചരസ് ഞാൻ അവരുമായി കൈമാറ്റം നടത്തി. ഞാൻ മരിച്ചുപോയി എന്നറിഞ്ഞാൽ ആ തുക അവർക്ക് ഉപേക്ഷിച്ചേ പറ്റും. 2 സിനിമകളിലും ഒന്ന് തന്നെയാണ് കാണിച്ചത്. സുകുമാരക്കുറുപ്പിന്റെ ഗാങ്സ്റ്റർ ബന്ധം എന്ന ഫിക്ഷൻ ആയിരുന്നു അത്. എന്റെ മരണം തെളിവ് സഹിതം വാലിദ് വിശ്വസിക്കുന്നു. അതിന് മുന്നോടി മാത്രമായിരുന്നു ആ 8 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്. 2 സിനിമയിലെയും ബാക്കി സംഭവങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യവുമായി ഏറെ സാമ്യമുള്ളത് തന്നെയായിരുന്നു. 2014 അനൂപ് കണ്ണൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഹോംലി മീൽസ്. സിനിമ എഴുതിയതും നായകനായി അഭിനയിച്ചതും വിപിൻ അറ്റ്ലിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ യഥാർത്ഥ സംഭവങ്ങളാണ് ആ സിനിമയിലും കാണിക്കുന്നത്. സിനിമയിൽ കാണിക്കുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ യഥാർത്ഥത്തിലുള്ള വ്യക്തികളാണ്. 2000ത്തിന്റെ തുടക്കത്തിൽ വിപിൻ അറ്റ്ലി ജീവൻ TVയിൽ അവതരിപ്പിച്ച ഇന്റർവെൽസ് എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ആ സിനിമയുടെ കഥ. അതുകൊണ്ട് തന്നെ സിനിമയിലെ പല കഥാപാത്രങ്ങൾക്കും മലയാള ടെലിവിഷൻ രംഗത്തെ പലരുമായി സാമ്യമുണ്ട്. ഹോംലി മീൽസിലേക്ക് സ്വാഗതം. ഇന്റർവെല്ലിലേക്ക് സ്വാഗതം. സിനിമയിൽ ജീവൻ TVയെ ഗ്രേസ് TVയായും ഇന്റർവെൽസ് ഹോംലി മീൽസായും മാറിയിട്ടുണ്ട്. ആ ഷോയുടെ യഥാർത്ഥ ദൃശ്യങ്ങൾ ഇപ്പോഴും ലഭ്യമാണ്. ചരിത്രത്തിൽ ആദ്യമായി മലയാള സിനിമയ്ക്ക് ഓസ്കർ അവാർഡ് കൊടുക്കാൻ പോകുന്നു. ഇന്റർവെൽസ് ഷോയുടെ അതേ ഫോർമാറ്റിലായിരുന്നു കൈരളി TVയിൽ അനിൽ നെടുമങ്ങാട് അവതരിപ്പിച്ച ജുറാസിക് വേൾഡ് എന്ന പരിപാടിയും. അക്കാലത്ത് വിപിൻ അറ്റ്ലി നേരിട്ട പല സംഭവങ്ങളും ഹോംലി മീൽസ് എന്ന സിനിമയിലൂടെ കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിലെ സംഭവങ്ങളിൽ സിനിമയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിൽ യഥാർത്ഥ വ്യക്തികളും പങ്കെടുത്തിരുന്നു. 2017 ടോം ഇമ്മട്ടി സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ഒരു മെക്സിക്കൻ അപാരത. വിദ്യാർത്ഥി രാഷ്ട്രീയമാണ് ആ സിനിമ ചർച്ച ചെയ്യുന്നത്. SFI SFY ആയും KSU KSQ ആയുമാണ് സിനിമയിൽ വന്നത്. സംവിധായകൻ ടോം ഇമ്മട്ടിയുടെയും സുഹൃത്തുക്കളായ ജിനോ ജോൺ, അഭിനേഷ് എന്നിവരുടെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലുണ്ടായ ചില അംശങ്ങൾ എടുത്ത് നമ്മളതിനെ റിക്രിയേറ്റ് ചെയ്ത് ഒരു കഥാരൂപൊക്കെയാക്കി. ടോം ഇമ്മട്ടി പഠിച്ച ക്രൈസ്റ്റ് കോളേജിൽ നടന്ന സംഭവങ്ങളാണ് സിനിമയുടെ ഭൂരിഭാഗവും. എന്നാൽ സിനിമയ്ക്ക് വേണ്ടി മഹാരാജാസ് കോളേജിലേക്ക് ആ കഥ മാറ്റുകയായിരുന്നു. മഹാരാജ കോളേജ് എന്ന പേരിലാണ് കോളേജ് സിനിമയിൽ കാണിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ മഹാരാജാസ് കോളേജിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള യഥാർത്ഥ സംഭവങ്ങളുടെ വീഡിയോസ് നാം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ SFIയുടെ കൊടിയാണ് ഒടിക്കുന്നത്, സിനിമയിൽ KSQവിന്റെ കൊടിയാണ് ഒടിക്കുന്നത്. കാരണം ക്രൈസ്റ്റ് കോളേജിലുണ്ടായ ടോം ഇമ്മട്ടിയുടെ അനുഭവത്തിന് നേരെ വിപരീതമാണ് മഹാരാജാസ് കോളേജിൽ ഉണ്ടായത്. അതിൽ പലതും ജിനോ ജോണിന്റെ അനുഭവം കൂടിയാണ്. അതായത് 3 പേരുടെയും വ്യത്യസ്തമായ അനുഭവങ്ങൾ സിനിമാറ്റിക് ലിബർട്ടിയിലൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് സിനിമയിൽ കാണിച്ചത്. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ചെയ്ത ഒരുപാട് മലയാള സിനിമകളുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് അടുത്ത പാർട്ടുകളിൽ സംസാരിക്കാം. അങ്ങനെയുള്ള സിനിമകളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.